മഴ കനത്തതോടെ ജില്ലയുടെ പല ഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. പഴയ വീടുകൾ തകരുകയും വീടിനു മുകളിൽ തെങ്ങ് വീഴുകയും ചെയ്തിട്ടുണ്ട്. മമ്പറം നക്കാവിൽ മടപ്പുരയിൽ ഓണപ്പറമ്പത്ത് നബീസിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു വീണ് താമസയോഗ്യമല്ലാതായി. തലനാരിഴക്കാണ് വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത്. ഞായറാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ രാത്രി 8:30യോടെയാണ് നബീസയുടെ പഴയ ഇരുനില വീട് പിൻഭാഗം തകർന്നു വീണത്. നബീസയുടെ മകളും മകളുടെ 2 മക്കളും അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. മകളുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. നബീസ മറ്റൊരു മകളുടെ വീട്ടിൽ പോയിരുന്നു. ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വൻ ദുരന്തമാണ് ഒഴിവായത്. പഴയതെങ്കിലും വലിയ ഓടിട്ട ഇരുനില വീടാണ് തകർന്നത്. മഴ ശക്തമാവുന്നതോടെ വീട് പൂർണ്ണമായും തകരുമെന്ന് ഉറപ്പാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെ വീടും കനത്ത മഴയിൽ തകർന്നു വീണു. തിങ്കളാഴ്ച രാവിലെ 5:30ഓടെയാണ് അപകടം. ആർക്കും പരിക്കില്ല. വീട്ടിലെ ഉപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. കണ്ണൂർ പുതിയങ്ങാടി ബീച്ച് റോഡ് ബാപ്പുട്ടി കോർണറിന് സമീപം താമസിക്കുന്ന തെക്കൻ ശ്രീരഞ്ജിനിയുടെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ അടുത്ത വീട്ടിലെ വലിയ തെങ്ങും മരവും പൊട്ടിവീണ് തകർന്നു. കൂത്തുപറമ്പ് മാനന്തവാടി റോഡിൽ മാനന്തേരി 14 മൈലിൽ റോഡിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 8:30ഓടെയാണ് സംഭവം. കൂത്തുപറമ്പ് ഫയർഫോഴ്സും കണ്ണവും പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക.